ദിവ്യജ്ഞാന സിംഹാസനമേ, സന്തോഷകാരണമേ, വാഗ്ദാന പേടകമേ, സ്വർലോകവാതിലേ. ദിവ്യജ്ഞാന സിംഹാസനമേ, സന്തോഷകാരണമേ, വാഗ്ദാന പേടകമേ, സ്വർലോകവാതിലേ. പരിശുദ്ധ മാതാവേ, പരലോകവാതിൽ നീയേ, പരിശുദ്ധനേശുവിൻ ഭവിതേ, മാധ്യസ്ഥ്യമേകണമേ. പരിശുദ്ധ മാതാവേ, പരലോകരാജ്ഞി നീയേ, പരിശുദ്ധനേശുവിൻ സവിധേ, മാധ്യസ്ഥ്യമേകണമേ. ദിവ്യജ്ഞാന സിംഹാസനമേ, സന്തോഷകാരണമേ, വാഗ്ദാന പേടകമേ, സ്വർലോകവാതിലേ. ദിവ്യജ്ഞാന സിംഹാസനം. ദിവ്യജ്ഞാനമായ സർവജ്ഞനായ ഭരണകർത്താവ്, രക്ഷകൻ യേശു ഇരുന്ന സിംഹാസനം. പരിശുദ്ധ മറിയത്തിൻ്റെ മടിത്തട്ടിലാണ് യേശു ഇരുന്നത്. ആ സർവജ്ഞനായ ദൈവം ഇരുന്ന സിംഹാസനമെന്നാണ് പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിക്കുക. എത്രയോ മഹോന്നതമായ പദവിയാണ് പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ മറിയത്തിന് വർണ്ണിച്ചു നൽകുക. നമുക്കും അമ്മയോട് ചേരാം. തീർച്ചയായും മറിയത്തെ സമീപിക്കുമ്പോൾ അവൻ ഒരു വലിയ സമ്പാദ്യത്തിന് ഉടമയായി മാറുകയാണെന്നാണ് വിശുദ്ധ അൽഫോൻസ് ഗ്രിഗോരി പറയുക. അമ്മയെ സമീപിക്കുമ്പോൾ വലിയ നിധി നമുക്ക് സംലഭ്യമാകും. അത് യേശുവാണ്. മറിയം വഴി ക്രിസ്തുവിലേക്ക്. കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ ആ അമ്മയുടെ മഹത്വ കീർത്തനം പാടി ദൈവത്തിന് ഏറ്റവും സ്തുതികൾ അർപ്പിക്കാം നമുക്ക്. പരിശുദ്ധ കന്യാമറിയമേ മാതാവേ, തിരുവാഴ്ത്തു പാടുന്നു ഞങ്ങൾ. പരിശുദ്ധ കന്യാമറിയമേ മാതാവേ, തിരുവാഴ്ത്തു പാടുന്നു ഞങ്ങൾ. അൻപുറ്റ നിൻമിഴി തുമ്പിൽ നിന്നീയ ശ്രുബിന്ദുക്കളേറ്റുവാങ്ങുന്നു ഞങ്ങൾ. എന്തോരതിശയം മാതാവിൻ സ്നേഹം, എത്ര മനോഹരമേ. പരിശുദ്ധ കന്യാമറിയമേ മാതാവേ, തിരുവാഴ്ത്തു പാടുന്നു ഞങ്ങൾ.
മഴവില്ലിൻ പരിവേഷം ചാർത്തി നിൽക്കും മൂക്കിലുകൾ പെയ്യും നീർമണികൾ പോലെ. മഴവില്ലിൻ പരിവേഷം ചാർത്തി നിൽക്കും മൂക്കിലുകൾ പെയ്യും നീർമണികൾ പോലെ. ശിശിരനിലാണിവാനിൽ നിന്നും പരിശുദ്ധമാം മഞ്ഞു കണികൾ പോലെ. ഈ കൺമുനകളിൽ നിന്നുതിരും കണ്ണീർ മുത്തുകളേറ്റുവാങ്ങുന്നു ഞങ്ങൾ. പരിശുദ്ധ കന്യാമറിയമേ മാതാവേ തിരുവാഴ്ത്തു പാടുന്നു ഞങ്ങൾ. സ്നാനപ്പെടുത്തണമേ. പരിശുദ്ധ കന്യാമറിയമേ മാതാവേ തിരുവാഴ്ത്തു പാടുന്നു ഞങ്ങൾ. പരിശുദ്ധ കന്യാമറിയമേ മാതാവേ തിരുവാഴ്ത്തു പാടുന്നു ഞങ്ങൾ. അൻപുറ്റ നിൻമിഴി തുമ്പിൽ നിന്നീ അശ്രുബിന്ദുക്കളേറ്റുവാങ്ങുന്നു ഞങ്ങൾ. എന്തൊരതിശയം മാതാവിൻ സ്നേഹം എത്ര മനോഹരമേ. പരിശുദ്ധ കന്യാമറിയമേ മാതാവേ തിരുവാഴ്ത്തു പാടുന്നു ഞങ്ങൾ. ലിജോ, എല്ലാം മറന്നിരുന്ന പരിശുദ്ധ അമ്മയുടെ മഹത്വ കീർത്തനം പാടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. വെറുതെ പാട്ട് പാടുന്നതും അതിൽ ലയിച്ച് പാടുന്ന വ്യത്യാസമുണ്ടല്ലോ. ലിജോ ഇവിടെ മനോഹരമായി പരിശുദ്ധ കന്യാമറിയമേ എന്ന ആ സ്നേഹ അർച്ചന പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഒരു യുവത്വം, ഒരു യുവാവ് പരിശുദ്ധ അമ്മയെ ഇങ്ങനെ പ്രകീർത്തിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ദിവ്യ രഹസ്യ തലം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ലക്ഷോപലക്ഷം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം ഇത്. അനേക യുവജനങ്ങൾക്ക് യുവാവായ യേശുവിനെ വളർത്തിയ ഈ അമ്മയുടെ സ്നേഹമടിയിലേക്ക് ചേർത്ത് വയ്ക്കുന്ന രീതിയിൽ മനോഹരമായി ഗാനങ്ങൾ പാടിയപ്പോൾ അനേകം യുവത്വങ്ങൾക്ക് ഇതൊരു മാതൃക തന്നെയാണ്. എന്താണ് ഈ മാതാവിനോട് ഇത്രമാത്രം ഒരു ഹൃദയബന്ധത്തിന് കാരണം? ഞാൻ പാടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്കൂൾ കൊയർ ആയാലും എന്ന് പറഞ്ഞാൽ എനിക്ക് പല സാഹചര്യങ്ങളും പാടാൻ കിട്ടിയപ്പോൾ ഓഡിഷന് പോയിട്ടുണ്ടെങ്കിൽ ചിലർ പറയുന്ന കാര്യങ്ങൾ യു ആർ നോട്ട് ഫിറ്റ് ടു ബി ഇൻ ദ കൊയർ, ഓർ യു ആർ നോട്ട് ഫിറ്റ് ടു സിംഗ്, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്.
പക്ഷേ ഞാൻ പ്രാർത്ഥനയും പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ തിരിച്ചും ട്രൈ ചെയ്തുകൊണ്ടായിരുന്നു. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. ഞാൻ വീട്ടിലിരിക്കും, പ്രാക്ടീസ് ചെയ്യും, പള്ളിയിൽ പോയി പ്രാക്ടീസ് ചെയ്യും. കുർബാനയ്ക്ക് ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലെങ്കിൽ പോലും ഞാൻ പാടാൻ കയറും. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് പിന്നെ എൻ്റെ മമ്മിയും പപ്പയും അതുപോലെ തന്നെ നന്നായി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ ബലമുണ്ട്. ഞാനും പ്രാർത്ഥിക്കും. അതുപോലെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് ഏതൊരു പാട്ട് എനിക്കിപ്പോൾ എടുത്താലും എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. ക്ലാസിക്കൽ പഠിച്ചിട്ടില്ല, എന്നാൽ പോലും എനിക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നാറില്ല. ഞാൻ അങ്ങോട്ട് തുറന്നടിച്ചങ്ങോട്ട് പാടും. പക്ഷേ അത് ക്ലാസിക്കൽ പഠിച്ചിട്ടുള്ള വ്യക്തികൾ പാടുന്നത് പോലെ തന്നെ ലിജോ പാടുന്നു. തീർച്ചയായും പരിശുദ്ധ ബലിവേദിക്കരികിൽ പാടുമ്പോൾ ആ ബലിവേദിയിൽ നിന്ന് ലഭ്യമാകുന്ന ഊർജം അത് കൃപയായി പെയ്തിറങ്ങും. ആ ബലിവേദിയോട് ചേർത്ത് നിർത്തുവാൻ പരിശുദ്ധ അമ്മ എന്നും ഉത്സാഹത്തോടെ ലിജോടൊപ്പം ഉണ്ട്. യേശുവിനെ പ്രകീർത്തിക്കുന്ന ആർക്കും, യേശുവിനെ മഹത്വപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങുന്ന ആർക്കും എപ്പോഴും നിത്യസഹായമാണ് അമ്മ. സഹോദരങ്ങളെ, നമ്മൾ ശ്രവിക്കുകയായിരുന്നു. സംഗീതം പഠിച്ചിട്ടില്ല. ഓഡിഷൻ ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും പരാജയമായ അനുഭവം. പക്ഷേ തളർന്നില്ല. പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്കൊരു വലിയ പ്രയാണം. ബലിവേദിയിൽ പലപ്പോഴും പാടി, ഇൻസ്ട്രുമെൻസിൻ്റെ പിൻബലം ഒന്നുമില്ലാതെ തന്നെ പാടി, തൊണ്ട തുറന്നു പാടി. അത് ദൈവം ഏറ്റെടുത്തു. ദൈവം തൻ്റെ കയ്യൊപ്പ് കൊടുത്തു. പരിശുദ്ധ അമ്മ കൂടെ നിന്നു. ജീവിതത്തിൽ ഏത് പ്രതികൂലതയിലും ദൈവത്തെ നോക്കി യാത്ര ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത് 34-ാം അധ്യായം 5-ാം വാക്യം, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. ജീവിതത്തിൽ ആരൊക്കെ ദൈവത്തെ നോക്കി യാത്ര ചെയ്യുന്നു, ആരൊക്കെ രക്ഷകനായി യേശുവിലേക്ക് ജീവിതം ചേർത്ത് വയ്ക്കുന്നു, പ്രതികൂലത ഉണ്ടാകുമ്പോൾ വ്യക്തികളിലേക്കല്ല, സംഭവങ്ങളിലേക്കല്ല, പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടത്, ദൈവത്തെങ്കിലേക്കാണ്. ദൈവം കരം പിടിക്കും, ദൈവം അനുഗ്രഹിക്കും, ദൈവം വഴി നടത്തും. കൂടെ അതിന് ബലം പകർന്ന് പരിശുദ്ധ അമ്മയും ഉണ്ടാവും. കാൽവരി മലയിലെ സുതന്, ആ കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ക്രൂശിത വഴികളിൽ ബലമാണ്. നമുക്ക് കേൾക്കാം അടുത്ത ഗാനം. സുധനോടൊപ്പം സഹരക്ഷകയായി നമ്മെ, കാൽവരി മലയിൽ സുധനോടൊപ്പം സഹരക്ഷകയായി നമ്മെ. അണയുന്നീ മക്കൾ നിൻ സവിധേ, നിറ കണ്ണുകളോടെ നിൻ സവിധേ. അണയുന്നീ മക്കൾ നിൻ സവിധേ, നിറ കണ്ണുകളോടെ നിൻ സവിധേ. അമ്മേ
സഹനത്തിൻ പാതയിൽ സാക്ഷ്യമാകാതെ കണ്ണീർ തൂകി ഞാൻ നിന്നിടുമ്പോൾ, കണ്ണീർ തൂകി ഞാൻ നിന്നിടുമ്പോൾ, സഹനത്തിൻ പാതയിൽ സാക്ഷ്യമാകാതെ കണ്ണീർ തൂകി ഞാൻ നിന്നിടുമ്പോൾ, കണ്ണീർ തൂകി ഞാൻ നിന്നിടുമ്പോൾ, അമ്മേ തിരുക്കച്ചയാൽ പൊതിയണമേ, അമ്മേ തിരുക്കച്ചയാൽ പൊതിയണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ, അമ്മേ തൂകേണമേ. ബലിവേദിയിലപ്പമാ സഹനത്തിൻ കാസയാ ബലിയർപ്പിക്കാനായണയും നേരം, ബലിയർപ്പിക്കാനായണയും നേരം, ബലിവേദിയിലപ്പമാ സഹനത്തിൻ കാസയാ ബലിയർപ്പിക്കാനായണയും നേരം, ബലിയർപ്പിക്കാനായണയും നേരം, അമ്മേ തിരുക്കച്ചയാൽ പൊതിയണമേ, അമ്മേ തിരുക്കച്ചയാൽ പൊതിയണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ, അമ്മേ തൂകേണമേ. ഋത്തിൽ വചനത്തിൻ മാംസം ധരിക്കാതെ പാഴായി പോയൊരു നാളുകളിൽ, പാഴായി പോയൊരു നാളുകളിൽ, ഋത്തിൽ വചനത്തിൻ മാംസം ധരിക്കാതെ പാഴായി പോയൊരു നാളുകളിൽ, പാഴായി പോയൊരു നാളുകളിൽ, അമ്മേ തിരുക്കച്ചയാൽ പൊതിയണമേ, അമ്മേ തിരുക്കച്ചയാൽ പൊതിയണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ, അമ്മേ തൂകേണമേ, തൂകേണമേ, അമ്മേ തൂകേണമേ.
തൂകേണമേ അമ്മേ തൂകേണമേ. ലിജോ, അമ്മയുടെ സ്നേഹത്തിൻ്റെ നറുമണം തൂകി തിരുക്കച്ചയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ലിജോ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ബാംഗ്ലൂരിലാണ് പഠിച്ചത്. ജനിച്ചതോ? ജനിച്ച് വളർന്നതും ബാംഗ്ലൂരിലാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഈ കർമ്മലഗീതത്തിന് വേണ്ടി വന്നു. അതെ. അപ്പോൾ മാതാവിനോട് പ്രത്യേകമായ സ്നേഹം പ്രതിഫലിക്കുന്നു. തീർച്ചയായും അവിടെയൊക്കെ പഠിക്കുമ്പോൾ നാഗരിക സംസ്കാരം നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ. അതെ. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ്റെ ചുവടുവയ്പ്പുകളും ഈ ആധുനികതയൊക്കെ ഇന്ന് നാഗരിക സംസ്കാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, തിരുക്കച്ചയിൽ പൊതിയുന്ന ഒരമ്മയുടെ വല്ലാത്ത ഒരു കരുതൽ ലിജോയ്ക്കുണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ഉണ്ടല്ലേ? ഭക്തസംഘടനകളിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ഉണ്ട്. കൊയർ, യൂത്ത് ഉണ്ടല്ലേ? അപ്പോൾ ഏത് മക്കൾക്കും സാഹചര്യങ്ങളെ പഠിക്കേണ്ട, ചുറ്റുപാടുകളെ പഠിക്കേണ്ട, എവിടെയായിരിക്കുന്നോ അവിടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ശക്തമായി ആത്മീയതയിൽ മുന്നേറാം എന്ന് തന്നെയാണ് ലിജോ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ആ ബോധ്യമുണ്ടോ? ഉണ്ട്, എനിക്ക് തന്നെ അനുഭവമായിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപക്ഷെ ഈ ആധുനികതയിൽ നാഗരിക സംസ്കാരങ്ങളൊക്കെ ഒരു വല്ലാത്ത ഭാവം യുവത്വങ്ങളിലും കൗമാര ജീവിതങ്ങളിലൊക്കെ പകരുന്നുണ്ടെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, അവിടെയൊക്കെ വിനയത്തിലും വിശുദ്ധിയിലും എളിമയിലും അനുസരണത്തിലും പ്രാർത്ഥനയിലും പിടിച്ചു നിൽക്കുവാൻ, കരുത്ത് ലഭ്യമാകുവാൻ പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കച്ചയാൽ പൊതിയപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. ലിജോയെ പോലെയുള്ള യുവജനങ്ങളുടെ സാക്ഷ്യങ്ങൾ ഒരുപാട് താളപ്പിഴകളും പ്രതികൂലതകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പരിശുദ്ധ അമ്മേ തിരുക്കച്ചയിൽ പൊതിയണമേ എന്നുള്ള ആ പ്രാർത്ഥന, അത് അനുഭവം തന്നെയാണ്. സഹരക്ഷയായി അമ്മ മാറ്റപ്പെടുന്ന, തിരുസഭാത്മകമായി മാറ്റപ്പെടുന്ന ആ നാളുകൾക്ക് വേണ്ടി കാതോർക്കാം, കാത്തിരിക്കാം. നമുക്ക് ദൈവമാതാവായി തിരുസഭ അവിശ്വാസത്യം പ്രഘോഷിച്ചു. സ്വർഗാരോപതയായി, അമലോത്ഭവയായി, നിത്യകന്യകയായി, അങ്ങനെയെല്ലാം വിശ്വാസ സത്യങ്ങൾ പരിശുദ്ധാത്മനിവേശിതമായുള്ള പ്രഖ്യാപനമായി. ഇനി അമ്മ സഹരക്ഷകയാണെന്നുകൂടിയുള്ള ആ സ്വർഗത്തിൻ്റെ കയ്യൊപ്പ് ലഭ്യമാകുവാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ അമ്മയോട് ചേർന്ന് കുരിശിൻ ചുവട്ടിൽ ജീവിത സഹനങ്ങളിൽ എല്ലാം പതറാതെ നിൽക്കുവാൻ നമുക്കാകട്ടെ. ഈ കാർമൽ ഗീതങ്ങളിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാം ഹൃദയപൂർവ്വം പരിശുദ്ധ അമ്മയുടെ തിരുക്കച്ചയിൽ പൊതിയപ്പെടുവാനുള്ള ആഗ്രഹ പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പാം. ഈശോയെ, അവിടുത്തെ തിരുക്കുരിശിന് ചുവട്ടിൽ സഹനത്തിൻ്റെ കുരിശിൻ്റെ വഴികളിലൂടെ കടന്നു വന്ന പരിശുദ്ധ അമ്മ പതറാതെ നിന്നു, ഇടറാതെ നിന്നു. പ്രത്യാശയിൽ, വിശ്വാസത്തിൽ കർത്താവെ, ഞങ്ങൾക്കും ഇടറാതെ പതറാതെ ജീവിത ക്രൂശീകരണ വഴികളിൽ വിശുദ്ധിയിൽ, ജ്ഞാനത്തിൽ, കൃപയിൽ വളരുവാനുള്ള അനുഗ്രഹം അങ്ങ് നൽകണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ തിരുക്കച്ചയാൽ പൊതിഞ്ഞ് മക്കളെ എന്നും സംരക്ഷിക്കണമേ. ആമേൻ.